നടൻ സിദ്ദിഖ് ഒളിവിലാണ് എന്നുള്ളതാണ്. കേരള പോലീസ് അതൊരു വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. 3-ാം ദിവസവും ബലാത്സംഗ കേസ് പ്രതി ഒളിവിലാണ് എന്നുള്ളത്. കാരണം സിദ്ദിഖിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടനെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളത് പോലീസിന് എത്ര നാണക്കേടാണ് എന്ന് മനസ്സിലാക്കണം. ഇന്നലെ കുറച്ച് സമയം അദ്ദേഹത്തിന്റെ ഫോൺ ഓണായിരുന്നു. ലൊക്കേഷൻ പക്ഷേ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ചൊവ്വാഴ്ച മുതലാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നത്. സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് സൂചനയെങ്കിലും ഒളിയിടം കണ്ടെത്താൻ പോലീസിനാകുന്നില്ല എന്നത് വലിയ ഒരു ഗതികേടായി മാറുകയാണ്. ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ വേഗത്തിൽ പരിഗണിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിൽ അഭിഭാഷകർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എത്ര നാണക്കേടാണ് കേരള പോലീസിനെ എന്ന് ആലോചിക്കണം. ചെറിയ മീനല്ല സിദ്ദിഖ്. സിദ്ദിഖ് എവിടെ ആര് കണ്ടാലും തിരിച്ചറിയുന്ന ഒരു മുഖമാണ്. ഇന്നലെ നേരത്തെ പറഞ്ഞതുപോലെ ഫോണൊക്കെ ഓണായിരുന്നു. പക്ഷേ എന്താണ് പോലീസിന്റെ മനസ്സിൽ? ശരിക്കും ഒത്തുകളിയാണോ അതോ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് വരെ, തീരുമാനം ഉണ്ടാകുന്നത് വരെ ഒന്ന് വൈകിപ്പിക്കുകയാണോ? രഞ്ജിത്ത, സിദ്ദിഖ് ഒളിവിൽ തുടരുന്നു. അത് സിദ്ദിഖിനിലേക്ക് അന്വേഷണം എത്തുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ആ ഒരു സത്യം മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. കാരണം പോലീസ് അന്വേഷണം അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും സിദ്ദിഖിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നത് വളരെ അവിശ്വസനീയമായ ഒരു കാര്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സംവിധാനങ്ങൾ, അന്വേഷണ രീതികൾ കേരള പോലീസ് ഒട്ടും പിറകിലല്ല ഒന്നിലെയും. എന്നിട്ട് പോലും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും സിദ്ദിഖിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നതാണ്. അതോടൊപ്പം ഇന്നലെ സിദ്ദിഖിൻ്റെ ഫോൺ സ്വിച്ച് ഓണായി. അത് എല്ലാവരും തന്നെയും അത് ശ്രദ്ധിക്കപ്പെട്ടു. അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചു. പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളിതെല്ലാം ആകുമ്പോൾ ഇതിനിടയിൽ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു. അത് വളരെ തിടുക്കത്തിൽ പരിഗണിക്കണമെന്ന് സിദ്ദിഖിൻ്റെ അഭിഭാഷകർ ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അത് പരിഗണിക്കും. അപ്പോഴും സമയം ബാക്കിയുണ്ട്. കാരണം ഇത് പരിഗണിക്കുമ്പോൾ പോലും പരിഗണനയ്ക്ക് എടുക്കുന്നതിന് മുൻപ് വരെയും ഇത്തരം കാര്യങ്ങളിലേക്ക് വേണ്ടി പോലീസിനെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ യാതൊരു നിയമപരമായ യാതൊരു തടസ്സവും സാങ്കേതികമായും നിലനിൽക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ സാധാരണ ഒരു രീതി അനുസരിച്ച് ഇത്ര നാൾ കണ്ടുവന്നിരിക്കുന്ന ഒരു വഴക്കങ്ങളനുസരിച്ച് ഈ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിലേക്ക് എത്തിയാൽ തന്നെ അവർ അതിൽ നിന്ന് കോടതിയുടെ ഒരു തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ സിദ്ദിഖിന് അങ്ങനെ പറഞ്ഞാൽ പോലും ഇന്നലെ വൈകുന്നേരം വരെയും സിദ്ദിഖിൻ്റെ ആ രീതിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെയും സിദ്ദിഖിനെ പിടികൂടാനുള്ള ഒരു സമയം, കസ്റ്റഡി എടുക്കാനുള്ള സമയം കേരള പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഇതിൻ്റെ വിധിന്യായത്തിൽ കൃത്യമായിട്ട് തന്നെ പോലീസിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്, മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വലിയ വീഴ്ച വന്നതായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് വലിയ വിമർശനം ഏൽക്കേണ്ടി വരുന്നു കോടതിയിൽ നിന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സിദ്ദിഖിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കാൻ ശ്രമിച്ചത്. അപ്പോഴേക്കും സിദ്ദിഖ് കൺമുന്നിൽ നിന്ന് തന്നെ മാഞ്ഞിരുന്നു. കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നതെല്ലാം തന്നെ സ്ഥിരീകരിക്കുമ്പോൾ ഇത് എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം തുടരുന്നു എന്നതാണ്. സിദ്ദിഖിന് വേണ്ടിയുള്ള പരിശോധനകൾ തുടരുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നു. നമ്മൾ കാണുന്നത് പോലെ ഇന്നലെ സിദ്ദിഖിൻ്റെ 2 വസതിയിലും സുഹൃത്തുക്കളെ എല്ലാം തന്നെ കേന്ദ്രീകരിച്ചു അന്വേഷണം നടത്തുന്നു. അത് പലപ്പോഴും ഈ മാധ്യമങ്ങളിലൂടെയുള്ള വിമർശനവും മറ്റും രൂക്ഷമാകുമ്പോഴാണ് ഈ രീതിയിലുള്ള പതിവ് അന്വേഷണങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ രീതിയിൽ സിദ്ദിഖിൻ്റെ വീട്ടിലോ മറ്റു സ്ഥലങ്ങളിലോ പതിവ് സ്ഥലങ്ങളിലോ പോയി അന്വേഷിച്ചാൽ ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ പോലീസ് ആ രീതിയിൽ തന്നെയാണ് അന്വേഷിച്ചു പോകുന്നത്. ഇന്നലെ കരിമാനൂരിൻ്റെ വീട്ടിലെത്തി, അതോടൊപ്പം തന്നെ പടമുകളിലെ വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തുന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് കണ്ട് തിരിച്ചു പോരുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിലവിൽ സിദ്ദിഖിനെ കുറിച്ച് പോലീസിനൊരു വിവരവുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഇത് ഹർജി പരിഗണിക്കും. അതിനു മുൻപ് ഏതെങ്കിലും രീതിയിൽ സിദ്ദിഖിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും സിദ്ദിഖ് ജാമ്യ ഹർജി അത് വളരെ വേഗം പരിഗണിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്, പരാതിക്കാര്യം നൽകിയിട്ടുണ്ട്. തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സുപ്രീം കോടതി ഇത്തരം കേസുകളിൽ വളരെ കൃത്യമായൊരു നിലപാട്, കർശനമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് ലൈംഗിക പീഡന കേസുകളായ കാര്യങ്ങളിൽ. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ നിശിതമായ വിമർശനങ്ങൾ ഈ ഹർജി തള്ളുമ്പോൾ തന്നെ ഏറ്റിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് സിദ്ദിഖിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അഭിഭാഷകരും പരാതിക്കാരിയുടെ അഭിഭാഷകരും എല്ലാം തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് വളരെ അടിയന്തരമായി ഇത് പരിഗണിക്കണമെന്നൊരാവശ്യവുമായാണ് സിദ്ദിഖിൻ്റെ അഭിഭാഷകർ ഉള്ളത്.
അതിനുള്ളിൽ കേരള പോലീസിന്റെ അന്വേഷണം സിദ്ദിഖിലേക്ക് എത്തുമോ എന്നതാണ് അറിയേണ്ടത്. തീർച്ചയായും സിദ്ദിഖിനെ തേടി കേരള പോലീസ് തുടർച്ചയായ 3-ാം ദിവസവും പരിശോധനയിലാണ്. കേരള പോലീസിന് ഒരുപക്ഷെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. സിദ്ദിഖിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടനെ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശ്രമം പോലീസ് ആരംഭിച്ചിരുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്.